ഹായ് ടീച്ചർ. ഹായ് മക്കളെ, ഞാൻ ടീച്ചർ. ഇന്ന് ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് എടുക്കുന്നത്. അതിനു മുൻപ് ഡോക്ടർ ബിട്ടു എന്താണ് പറയുന്നതെന്ന്. കൂട്ടുകാരെ, ഞാൻ ഡോക്ടർ ബിട്ടു. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് എ ബ്രെയിൻ ഫുഡ് എന്ന് പറയാറുണ്ട്. രാത്രിയിലെ ഉറക്കത്തിന് നീണ്ട നേരത്തെ ഭക്ഷണ ഇടവേളക്കും ശേഷമുള്ള ഭക്ഷണമായതുകൊണ്ട് ഒരു ദിവസത്തേക്ക് ആവശ്യമായ ഊർജത്തിന്റെയും ഉന്മേഷത്തിന്റെയും പ്രധാന പങ്ക് നമ്മുടെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂട്ടുകാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറന്നു പോകരുത് കേട്ടോ. ഇനി നമുക്ക് ടീച്ചറുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു പോയാലോ? ടീച്ചർ ഇന്ന് ഹായ്. അപ്പോൾ ഡോക്ടർ ബിട്ടു പറഞ്ഞത് കേട്ടില്ലേ? നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താണ് ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെടുന്ന എന്താ? അധികം കാര്യമുള്ള കാര്യമല്ല, ഒന്ന് സിമ്പിളായിട്ടുള്ളതും പിന്നെ ഒന്ന് നമ്മൾ ഇത്തിരി കൂടി എന്താണ് മാത്സും കൂടിയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ആദ്യത്തേത് നമ്മളൊരു പസിളാണ് ചെയ്യുന്നത്. പസിൾ ഇഷ്ടമാണോ കുട്ടികൾക്ക്? നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. നമ്പർ ദ പിക്ചർ പീസസ് ഇൻ ദ കറക്റ്റ് ഓർഡർ. അപ്പം കുറച്ച് പീസസ് തന്നിട്ടുണ്ട്, അതൊരു കറക്റ്റ് ഓർഡറിൽ നമ്മൾ നമ്പർ ചെയ്യണം, പ്ലേസ് ചെയ്യണം. അതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഒരു കുട്ടിയുടെ മുഴുവൻ ശരീരം പോലെ ഉണ്ടല്ലോ. ഒരു കുട്ടിയാണിത്. ഒരു ബോയ് ആണോ ഗേൾ ആണോ എന്നറിയില്ല, ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിയിലെ നമ്പർ 1 നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്പർ 1 എന്താണ്? ഹെഡിൻ്റെ പോർഷനാണ്, തലയുടെ ഭാഗമാണ്, അത് നമ്പർ 1. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. അപ്പോൾ നമ്പർ 2 ഏതായിരിക്കും? ഹെഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് നെറ്റി വരെയുള്ള പാട്ടുണ്ട്, കണ്ണ് മൂക്കൊക്കെയുള്ള പാട്ടായിരിക്കും നെക്സ്റ്റ് വരുന്നുള്ളത്. അതേത് പാട്ടാണ്? അത് നമ്മൾ നമ്പർ 2 കൊടുത്തു. അപ്പോൾ എന്താ, താടി വരെയുള്ള പാട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് മനസ്സിലായി, ഓക്കെ താടിക്ക് ശേഷം എന്താണ്? കഴുത്താണ്. അപ്പോൾ അത് നമ്പർ 3 നമ്മൾ പ്ലേസ് ചെയ്തു. പിന്നെ നമ്മൾ ബാക്കി വന്ന 1, 2, 3 പീസസ് ഉണ്ടല്ലോ, അത് നമ്മൾ നോക്കി. അതിൽ നിന്ന് നമുക്ക് നമ്പർ 4 എന്താ എങ്ങനെ മനസ്സിലായി? കാരണം അതിൻ്റെ തൊട്ട് മുമ്പത്തേൽ നമ്മൾ കൈ കണ്ടു. അപ്പം നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കൈയിൻ്റെ ബാക്കി ഒരു ഇത് വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്താണ്? കൈയിൻ്റെ ബാക്കിയും ഒരു പാൻസിൻ്റെ ബാക്കിയും. പിന്നെ നമ്മൾ നോക്കും അത് 5 ആയി പ്ലേസ് ചെയ്തു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ എന്താ? 6 ഏതാണ്? ഷൂസ് വരുന്ന പാട്ടല്ലേ. അങ്ങനെ 6 നമ്പേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്തു. അപ്പം എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? 1 2 3 4 5 നോക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ കുറച്ച് കാര്യമായിട്ടുള്ളതാണ്. സർക്കിൾ ദ ബാസ്കറ്റ് ബോൾസ് ഹുസ് ആൻസേഴ്സ് ആർ 25. 25 എന്നുള്ള ആൻസർ കിട്ടുന്നത് ഏതൊക്കെ ബാസ്കറ്റ് ബോളിൻ്റെ അകത്തുള്ള നമ്പേഴ്സ് സം ചെയ്യുമ്പോഴാണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഈ കുട്ടീൻ്റെ ജേഴ്സി നമ്പർ എത്രയാണ്? 25 ആണ്. നമുക്ക് 12 + 9 ഒന്ന് ചെയ്ത് നോക്കാം. 12 + 9 എത്രയാണ്? 12 നമ്മളെ കയ്യിലുണ്ട്. നമ്മളൊരു 9 നമ്മളൊന്ന് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് വരച്ച് വെക്കുക. 1 2 3 4 5. നിങ്ങൾ ബുക്കിൽ ചെയ്യേണ്ട, നിങ്ങളിതൊക്കെ അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും ഒരു പേപ്പറിൽ ചെയ്താൽ മതിയാവും. ഓക്കെ, കണ്ടോ 9 നമുക്ക് എണ്ണുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 12 + 9 എത്രയാണ്? 21. 21 എന്താണ്? 25 അല്ല. സോ അതെന്താ, നമ്മൾ സർക്കിൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നെക്സ്റ്റ് നോക്കാണ് 10 + 15. ഓക്കെ, നമുക്ക് 10 15 നമുക്ക് കൈ വെച്ചെണ്ണ അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10ൻ്റെ കൂടെ 15 നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? ഒന്ന് എണ്ണ, കൈ വെച്ച് എല്ലാവരും ഒന്ന് എണ്ണ. ഓക്കെ, ഗുഡ്. നമ്മൾ 15 ഒന്നിച്ചിട്ട് 10 എണ്ണയാലും മതി. കാരണം നമുക്ക് 2 കൈയിലായിട്ട് 10 ഫിംഗേഴ്സ് ഉണ്ടല്ലോ. സോ 15 + 10 നമുക്ക് 25 എന്ന് കിട്ടും. സോ അത് 25 ആണ് അതിൻ്റെ ആൻസർ. സോ നമ്മളതിനെ സർക്കിൾ ചെയ്യുന്ന, ആ ബാസ്കറ്റ് ബോൾ സർക്കിൾ ചെയ്യുന്നു. നമ്മൾ നോക്കുകയാണ് 10 + 5. നമ്മുടെ കയ്യിൽ 10 ഫിംഗേഴ്സ് 2 കയ്യിലായിട്ടുണ്ട്. നമ്മളൊരു 5 ഫിംഗർ കൂടി 10ൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 15. 15 എന്താണ്? നോട്ട് ഈക്വൽ ടു 25. സോ അത് നമ്മൾ സർക്കിൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ നെക്സ്റ്റ് 23യുടെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 25. സോ 25 ആൻസർ ആയതുകൊണ്ട് നമ്മൾ ആ ബാസ്കറ്റ് ബോളിന് സർക്കിൾ ചെയ്യുന്നു. നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ് 14 + 11. 14 + 11 എത്രയാ?
10+5 നമുക്ക് ആഡ് ചെയ്യാം. 10+5 എത്രയാണ്? 10+5 15 ആണ്, നോട്ട് ഈക്വൽ ടു 25. നമ്മൾ 14+11 ആഡ് ചെയ്യുന്നു. 11 നമുക്ക് എങ്ങനെയാണ് ഓരോ ലൈൻസ് വെച്ച് അങ്ങനെ ആഡ് ചെയ്യാം അല്ലേ? കാരണം 11 ആകുമ്പം കയ്യിലെണ്ണാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. സോ നമ്മൾ 14ൻ്റെ കൂടെ 11 ആഡ് ചെയ്യുന്നു. ഒന്ന് ആഡ് ചെയ്ത് നോക്കി എത്രയാണെന്ന് ടീച്ചർക്ക് പറഞ്ഞു തരൂ. യെസ്, ആൻസർ ഈസ് 25. സോ ആ ഒരു ബാസ്കറ്റ് ബോളിനെ നമ്മൾ സർക്കിൾ ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പം 25 കിട്ടിയ ആൻസേഴ്സൊക്കെ നമ്മൾ സർക്കിൾ ചെയ്തു. ആ ബാസ്കറ്റ് ബോളൊക്കെ സർക്കിൾ ചെയ്തു. അപ്പോൾ 3 ആൻസേഴ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 14+11 ഈസ് ഈക്വൽ ടു 25, 23+2 ഈസ് ഈക്വൽ ടു 25 ആൻഡ് 10+15 ഈസ് ഈക്വൽ ടു 25. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പസിൽ, ഒരു ബോയിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ 1, 2, 3, 4, 5, 6 എന്നുള്ള 6 പാർട്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതെങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഔട്ട്ലുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത് നമ്മൾ ബാസ്കറ്റ് ബോൾ ഉണ്ട്, അതിൻ്റെ സമ്മ് 25 ആവാൻ വേണ്ടി നമ്മൾ ഓരോന്നും ആഡ് ചെയ്തു. 25 സം ആയിട്ടുള്ളതിനെ നമ്മൾ സർക്കിൾ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും. നമ്മൾ സോൾവ് ചെയ്തു, 2 പ്രോബ്ലംസ്. കുട്ടികൾക്ക് അപ്പോൾ ഇതുപോലെയുള്ള ഇനിയും സോൾവ് ചെയ്യാൻ പറ്റൂലേ? കോൺഫിഡൻ്റ് ആണോ നിങ്ങൾ? അതെ, നിങ്ങൾക്കപ്പോൾ പറ്റും. സോ ഡോക്ടർ ബിട്ടു പറഞ്ഞത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക, അത് പ്രാവർത്തികമാക്കുക. അപ്പോൾ ടീച്ചർ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ, ടേക്ക് കെയർ. ഹായ്, ഞാൻ ടി ടീച്ചർ. നമ്മുടെ കുഞ്ഞോമനകൾക്ക് ഇത്തിരി കളികളിലൂടെ ഒത്തിരി അറിവുകൾ പകർന്നു നൽകാൻ ഞാൻ ഇനി തൊട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നന്മയുള്ള മക്കളായി നമ്മുടെ മക്കളെ ഡോക്ടർ ബിട്ടുവിന്റെ സഹായത്തോടു കൂടി